എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയായിരുന്നിട്ടുള്ള 29 വയസ്സുകാരിയായിട്ടുള്ള ജിഷ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അവരുടെ എന്ന് പറയുന്നത്. ആദ്യ ആഴ്ചകളൊന്നും അത് അത്ര വലിയ രീതിക്ക് പോയില്ല. പക്ഷേ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് തന്നെ പിന്നീട് ഇത് വലിയ വിഷയമായിട്ട് മാറി. കാരണം ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ജനനേന്ദ്രിയം വല്ലാത്ത രീതിക്ക് തകർക്കപ്പെട്ടിട്ടുണ്ട്. കത്തി ഉപയോഗിച്ചും മറ്റും പല തവണ അത് നശിപ്പിച്ചിട്ടുണ്ട്. ദേഹം മുഴുവൻ മുറിവുകളുണ്ട്, 50ഓളം മുറിവുകളുണ്ട്. മുതുകത്തും മറ്റും കടിയേറ്റ പാടുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിവാദത്തിലായൊരു കേസായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇലക്ഷൻ ടൈമും കൂടെ ആകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഒരു മന്ത്രിസഭ തന്നെ മാറി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നീട് മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ ജയിക്കേണ്ട ഒരു ആവശ്യം, ഇതൊക്കെ വെച്ച് ഈ കേസ് ആരെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വല്ലാത്തൊരിതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് അവർ പിന്നീട് ഒരു പ്രതിയെ കൊണ്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന അസം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി. യഥാർത്ഥത്തിൽ അവൻ അസം സ്വദേശി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരു ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ് ഇല്ലീഗലായിട്ട്. അങ്ങനെയുള്ള അതാണ് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ. കുറേയധികം മക്കളുണ്ട് ഇവർക്ക്. അങ്ങനെ എല്ലാവരും കുഞ്ഞിലെ തൊട്ടേ സ്കൂൾ വിദ്യാഭ്യാസമൊന്നുമില്ല, പലയിടത്തായിട്ട് പണിക്കായിട്ട് പോകും. അങ്ങനെ പണിയെടുത്ത് ആ കൂട്ടത്തിൽ കേരളത്തിൽ വന്നുപെട്ടതാണ്. ഇനി ജിഷയെ കൊന്നത് അമീറുൽ ഇസ്ലാം തന്നെയാണെന്ന് പോലീസുകാർ തറപ്പിച്ച് പറഞ്ഞു. ആ തറപ്പിച്ച് പറഞ്ഞ സമയത്തും ആ നാട്ടുകാരോ അല്ലെങ്കിൽ അത് കേട്ട പല ആൾക്കാരും അല്ലാന്ന് തന്നെ പറഞ്ഞു, ഇന്നും പറയുന്നു. കാരണം ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു ശാരീരിക പ്രകൃതി എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ അമീറുൽ എന്ന് പറയുന്ന ആ പയ്യൻ ഏകദേശം എല്ലും കഷ്ണം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു കൊച്ചു പയ്യനാണ്. ആ പയ്യൻ്റെ ഇരട്ടിയോളം ഉണ്ട് ജിഷ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒറ്റ പയ്യനെ കൊണ്ട് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ദേഹോപദ്രവം ചെയ്യാൻ കഴിയില്ലെന്ന് കൊച്ചുകുട്ടിക്ക് പോലും കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിലേറെ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ പയ്യൻ്റെ പരുവത്തിലുള്ളൊരു ചെരുപ്പ് പോലുമല്ല പോലീസ് ആദ്യം കാണിച്ചതെന്ന് പറയുന്നത്. അവിടുന്ന് കിട്ടിയത്, അതായത് ആ വീട്ടിൽ നിന്ന് ഒരു ആൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു സ്ത്രീ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു രേഖാചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ആ രേഖാചിത്രമായിട്ട് സത്യത്തിൽ ഇവന് യാതൊരു ബന്ധവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യത്തിൽ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം പിന്നീട് അവരുടെ മുതുകത്ത്, അതായത് ജിഷയുടെ മുതുകത്ത് ഒരു കടിയേറ്റ പാടുണ്ട്. ആ കടിയേറ്റ പാടിൽ നിന്ന് വ്യക്തമായത്, പിന്നീട് വന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്, വിടവുണ്ട് പല്ലുകൾക്ക് ആ കടിച്ച ഭാഗത്തായിട്ട്. പക്ഷേ അമീറുള്ളിൻ്റെത് കൃത്യമായിട്ട് നിരനിരയായിട്ടുള്ള ഏറ്റവും അടുത്തടുത്തുള്ള പല്ലുകളാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് കൃത്യമായിട്ട് അന്നേ ഏകദേശം ആൾക്കാരെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നീട് നടന്നിട്ടുള്ള വല്ലാത്ത തരത്തിൽ ജിഷയുടെ വീട്ടുകാർക്ക് വന്ന മാറ്റം, അതായത് ജിഷയുടെ ചേച്ചിയായിട്ടുള്ള ദീപയ്ക്ക് പെട്ടെന്ന് സർക്കാർ ജോലി കിട്ടുന്നു. ജിഷയുടെ വീട്ടിൽ അമ്മയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വീട് വെച്ചു കൊടുക്കുന്നു, ബാങ്ക് ബാലൻസ് കൂടുന്നു, പല ആൾക്കാർ സഹായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഇതിനു മുന്നേ ഇവിടെ പലതരത്തിലുള്ള ഇതുപോലത്തുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള പിന്തുണ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം എന്തോ കിട്ടിയതുപോലെ, എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ. അപ്പം ഇത് കൂടുതൽ ഞാനിത് പറയാനുള്ള സാഹചര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഞാൻ ശ്രീലേഖ IPS എന്ന് പറയുന്ന, എല്ലാവർക്കും അറിയാം, മാഡത്തിൻ്റെ വീഡിയോ കാണാനിടയിൽ. അവരവരുടെ ആ ഒരു സർവീസിലിരിക്കുന്ന സമയത്തുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളും മറ്റും ഇതിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം ആ മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് തൃശ്ശൂർ ജയിലിലോ മറ്റോ പോകുന്ന സമയത്ത് ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ പയ്യനെ ഇവർ കാണാനിടയായി, അതായത് മാഡം കാണാനിടയായി. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും കുറച്ച് സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ സംശയങ്ങൾ കൃത്യമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുന്ന സമയത്താണ് ഇതിന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതെന്ന് പറയുന്നത്. അതായത് ആ പയ്യനോട് ഹിന്ദി മാത്രമേ അവൻ അറിയൂ, ശരിക്കും മലയാളം അറിയത്തില്ല. പിന്നെ എന്തോ കഞ്ചാവ് അങ്ങനെ എന്തോ എൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു സംഭവം കുഞ്ഞിലേ തൊട്ടുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അവനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഹാ ഹാ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. അതിന് ഉദാഹരണം, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കാൻ വേണ്ടി അവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആ ജയിലിൽ അന്ന് 2 ഗ്രൂപ്പുകൾ തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ അടിയേറ്റ് നിലത്ത് ചോര ഒലിച്ച് വീണ് കിടക്കുന്ന സമയത്ത് അവിടുത്തെ സൂപ്രണ്ട് ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ട് ആരാണെന്ന് ചോദിച്ച സമയത്ത് ഒരാൾ മിണ്ടാൻ നിന്ന സമയത്ത് ഇവൻ ബാക്കിൽ നിന്ന് ഞാനാണെന്നാണ് വിളിച്ചു പറഞ്ഞത്. അപ്പം എന്ത് കേസ് വന്നു കഴിഞ്ഞാൽ, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവൻ സ്വയം എടുത്ത് തലയിൽ വെക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിന് മുന്നേ ഇവനൊരു കേസ്, അതായത് പട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു കേസ് തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം ചോദിച്ച സമയത്ത് എല്ലാവർക്കും ഒരു വീഡിയോ വന്നത്, ഇതുപോലെ വീഡിയോസ് വരാറുണ്ട്, അതിലൊരു വീഡിയോ അതിൽ കിടന്നതാണെന്ന് കൃത്യമായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തെളിയിക്കാൻ വേണ്ടി അവനെ പലതരത്തിൽ ഈ പറയുന്ന അടിച്ചും ഇടിച്ചും കറണ്ടടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യം അവൻ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ഒരു ചെരുപ്പ് കൊണ്ടുവന്ന് ആദ്യം ഇട്ട് നോക്കിയപ്പോൾ അത് പരുവല്ല, പിന്നീട് അവൻ്റെ സൈസിലുള്ളൊരു ചെരുപ്പ് വാങ്ങിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നിർബന്ധിതമായിട്ട് പോലീസ് അവൻ്റെ സ്പേം എടുത്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാവുന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ കൊലപാതകയായിട്ടുള്ള വ്യക്തി മറ്റൊരു വ്യക്തിയാണെന്നും കൃത്യമായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇത് രണ്ടുപേര്, അതായത് അന്വേഷണത്തിൽ ആദ്യം തന്നെ തെളിഞ്ഞ കാര്യം, ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്ന് തെളിവെടുത്ത സമയത്ത് 2 വ്യക്തികളുടെ, ആണുങ്ങളുടെ, പുരുഷന്മാരുടെ അടയാളങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് മാഞ്ഞു പോവുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. ഇനി പറഞ്ഞ ഏറ്റവും വലിയ കഥ, ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ പയ്യന് ഈ ജിഷയോട് തോന്നാനുള്ള, ഈ കൊല്ലാൻ തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നതാണ് ഏറ്റവും തമാശ. അതായത് തൊട്ടടുത്തായിട്ടൊരു കടവുണ്ടായിരുന്നു, ആ കടവിൽ സ്ത്രീകൾ കുളിക്കുന്നതായിരുന്നു. അപ്പോൾ അത് ഒളിഞ്ഞു നോക്കി. അങ്ങനെ അത് കണ്ടിട്ട് ഈ അമീറുൽ എന്ന് പറയുന്ന ഈ പയ്യനെ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ച സമയത്ത് ജിഷ അപ്പുറത്ത് നിന്ന് അത് നോക്കി ചിരിച്ചത് കണ്ടപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് പക തോന്നി. അങ്ങനെ പക തോന്നിയതിൻ്റെ പേരിൽ ഇവൻ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് ആയുധം കത്തിയായിട്ട് ചെന്നു. അവൻ്റെ കയ്യിൽ ഈ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഇതൊക്കെ. അതിനുശേഷം അവളുടെ കഴുത്തിൽ തർക്കമായി, അതിനുശേഷം കഴുത്തിൽ കുത്തി. പിന്നെ ഇവൻ്റെ ഈ പറയുന്ന ലൈംഗികമായിട്ടുള്ള അത്രയും ആ ത്വരയും ആ കാര്യങ്ങളൊക്കെ അവളിൽ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഫ്രസ്ട്രേഷൻ ആയിപ്പോയി. അതുകൊണ്ട് ജനനേന്ദ്രിയം പല വിധത്തിൽ തകർക്കുകയാണ് അവൻ ചെയ്തത്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പറയുന്നത്. ഇതിനകത്ത് ഒറ്റ കാര്യം മതി, ആ ദേഹത്തുണ്ടായിരുന്ന ആ പല്ലിൻ്റെ വിടവെന്ന് പറയുന്ന സാധനം, ആ കടി കൊണ്ടത്, അത് ഈ പയ്യൻ്റെ പല്ല് കാണുന്ന സമയത്ത് പിന്നെ ഏകദേശം ഊഹിക്കാൻ പറ്റും. ജിഷയുടെ ഫോട്ടോ ആ സൈസ് കാണുന്ന സമയത്ത് തന്നെ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന പയ്യനെ കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. ഉറപ്പായിട്ടും അവനെ തള്ളി മാറ്റി ഓടാനുള്ള എല്ലാ കരുത്തും ഈ പറഞ്ഞ ജിഷയ്ക്കുണ്ട്. എന്നിട്ടും അവിടെ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട്. ഇത്രയും മുറിവുകളും ഇത്രയും തരത്തിലുള്ള പ്രവൃത്തികളും അവിടെ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവനല്ല, ആണെങ്കിൽ തന്നെ ഇവൻ്റെ കൂടെ നല്ല കൈക്കരുത്തുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നുള്ളത് സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതിലപ്പുറത്തേക്ക് ജിഷയുടെ അമ്മ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും വന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും അവ്യക്തമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ. ഇനി ഇങ്ങനെയുള്ള ഈ ജിഷയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുള്ള പലരുടെയും വീഡിയോ ഞാൻ നോക്കി, ഒരുപാട് പേരുടെ വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്തു. അതിനകത്ത് അടിയിൽ പെരുമ്പാവൂർക്കാരായിട്ടുള്ള ഒരുപാട് പേര്, ഇവരുടെ അയൽവാസികളായിട്ടുള്ള കുറച്ചധികം പേര് കമൻറ്റ് ചെയ്തിട്ടുള്ളതിനകത്ത് ജിഷയുടെ ചേച്ചിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പറയുന്നത്. അതായത് ദീപായുടെ ക്യാരക്ടർ ഒരു പ്രത്യേക തരത്തിലായിരുന്നെന്നും, അതായത് കുഞ്ഞിലെ തൊട്ടേ പ്രശ്നമുള്ള രീതിക്കുള്ളതാണ്, അവരാവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. മറ്റൊരു തരത്തിൽ ഒരു മന്ത്രിയുമായി ചേർത്ത് പറയുന്നുണ്ട്, മുൻ മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നുണ്ട്. അവരുടെ ഈ പറഞ്ഞ ജാരസന്തതിയാണ് ജിഷ എന്നുള്ള തരത്തിലേക്കുള്ള കമൻറ്റ് സെക്ഷനാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എൻ്റെ അഭിപ്രായങ്ങളല്ല പറയുന്നത്. അപ്പം അതുകൊണ്ട് അയാൾ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ ഇതിലപ്പുറത്തേക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അന്നത്തെ സർക്കാരിന് എന്തായിരുന്നു ഇതിനകത്ത് ഇത്രയധികം താല്പര്യം എന്നുള്ള കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. കാരണം എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അവർക്കൊന്നും ചെയ്യാത്ത ഇത്രയധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് ചെയ്തു കൊടുത്തത് എന്തിനെന്ന് മാത്രം ഒരു പിടിയും കിട്ടാത്ത. ഒരു പക്ഷേ ഇലക്ഷൻ ബേസിസ് ആയിട്ട് ഇതിനെ എടുത്തത് കൊണ്ടായിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ഈ ജനഗണമന എന്ന് പറയുന്നൊരു സിനിമ കണ്ടവർക്ക് ഏകദേശം അതിൻ്റെ ഒരു റൂട്ട് പിടിയിട്ടുന്ന കാര്യമായിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച് സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരുന്ന സമയത്ത് അതിനെ പൊലിപ്പിച്ചു കഴിഞ്ഞാൽ പല ബെനിഫിറ്റ്സും ഉറപ്പായിട്ടും ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെ മുതലെടുത്താണെന്ന് അറിയത്തില്ല. പിന്നെ പോലീസുകാരുടെ വല്ലാത്തൊരു കൈകടത്തൽ ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇതൊരു വലിയ സംഭവമാണെങ്കിൽ പോലും ചിരി വന്നു പോയൊരു കാര്യം, എന്നാൽ സങ്കടത്തോടെ ചിരി വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ ഇവിടെ നമുക്കറിയാം ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോലികളൊക്കെ അവിടെ ഉണ്ട്. അവിടെ തടവ് പുള്ളികളായിട്ടുള്ള ആൾക്കാർ ചെയ്യും. ഇവൻ എല്ലാ ജോലിയും ചെയ്യുമെന്നാണ് പറയുന്നത്. എൻ്റെ ഇടയിൽ അവിടെ ആടിൻ്റെ സംഭവമൊക്കെ ഉണ്ട്, ആടിനെ നോക്കൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു ആട് പ്രസവിച്ച സമയത്ത് ആ ബ്ലഡ് വരുമല്ലോ, ആ ബ്ലഡ് വന്ന സമയത്ത് അത് കണ്ടിട്ട് ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പയ്യൻ തല കറങ്ങി വീണൊരു സംഭവം അവിടുത്തെ പോലീസുകാർ ഈ മേഡത്തിനോട് പറഞ്ഞു, IPS ഉദ്യോഗസ്ഥയോട് പറഞ്ഞൊരു സംഭവം കൂടി അവർ വിവരിക്കുന്നുണ്ട്. അത് കേട്ട സമയത്താണ് ഏറ്റവും കൂടുതൽ. കാരണം ജനനേന്ദ്രിയം കത്തി വെച്ച് ഇത്രയധികം വരയണമെങ്കിൽ, ദേഹം മൊത്തം ഇത്രയധികം കുത്തുകൾ ഏൽക്കണമെങ്കിൽ, പലതരത്തിൽ അതിനെ വികൃതമാക്കണമെങ്കിൽ, ഈ ഒരു ആട് പ്രസവിക്കുന്നത് കണ്ട് നിൽക്കാൻ പോലും ശേഷിയില്ലാത്തവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന സമയത്ത് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവനല്ല ഇതിനകത്തുള്ള പ്രതി എന്നുള്ള ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് കൃത്യമായിട്ട് ശക്തനായിട്ടുള്ള ഒരു പ്രതി പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവൻ മറ്റു ദേശത്തുനിന്ന് വന്നൊരുത്തനാണ്, ഇവൻ ആരും സംസാരിക്കാനില്ല, ഇവന് ഭാഷ പോലും അറിയില്ല. പലപ്പോഴും മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വക്കീൽ എന്തോ ചോദിക്കുമ്പോൾ ഹാംജി എന്ന് പറയുന്നതിലപ്പുറത്തേക്ക് ഇവനെ ഒന്നും സംസാരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവന് കൃത്യമായിട്ടൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കില്ല. അപ്പം കേസുകൾ വഴിതിരിച്ച് ഒരു പ്രതിയെ അങ്ങ് സ്ഥാപിച്ചെടുക്കുക, എന്നിട്ട് ഇവനാണെന്ന് വരുത്തി തീർക്കുക. കാരണം അന്ന് ഭയങ്കര
ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുന്നത് അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു അന്നത്തെ സർക്കാരിൻ്റെയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വല്ലാത്ത രീതിയിലേക്ക് പോകുമായിരുന്നു, നാറിപ്പോകുന്ന കേസായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിയെ കണക്കാക്കി എടുക്കണമായിരുന്നു. അന്നത്തെ സമയത്ത് കൃത്യമായിട്ട് അയൽവാസിയോ മറ്റോ ആയിട്ടുള്ളൊരു ലേഡി പറയുന്നുണ്ട് കൃത്യമായിട്ട്, ഈ അമീറുൽ എന്ന് പറയുന്ന ഈ പയ്യൻ ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ ആ സമയത്ത് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അതായത് അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ആ പയ്യൻ്റെ അമ്മയ്ക്ക് എന്തോ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പോലീസ് തന്നെയാണ് വിളിച്ചിട്ട് ഇവൻ്റെ അടുത്ത് എവിടെയാണെന്ന് ചോദിക്കുന്നതും. പിന്നീട് ഇവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തഞ്ചാവൂരോ മറ്റോ ജോലിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പോയി പിടിക്കുകയാണ്. ഇവനോട് ചോദിച്ചറിഞ്ഞിട്ട് അവിടെ നിന്ന് പോയി പിടിക്കുകയാണ്. പക്ഷെ വന്ന കഥകളെന്ന് പറയുന്നത് ഭയങ്കര ബലപ്രയോഗത്തിലൂടെ പിടിച്ചു, അതിസാഹസികമായി പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ജിഷയെ ഇത്ര ഭയാനകമായിട്ടുള്ള രീതിക്ക് കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള അവൻ്റേതായിട്ടുള്ള സ്പേം പോലും പിന്നീട് എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജിഷയുടെ ശരീരത്തിൽ നിന്ന് ഇത് കിട്ടിയെന്നുള്ളൊരു രേഖ ഉണ്ടാക്കണം. ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫോറൻസിക് വിദഗ്ധർ ആദ്യം 2 പുരുഷന്മാരുടെ അല്ലെങ്കിൽ അന്യരായിട്ടുള്ള ആൾക്കാരുടെ ഈ പറയുന്ന ഫിംഗർ പ്രിൻറ്റ്സും മറ്റും കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഇതൊക്കെ എങ്ങനെ മാഞ്ഞു പോയി. ഇനി അവൻ്റെ പോലും അല്ലാത്തൊരു ചെരുപ്പ് പിന്നീട് അവൻ്റേതാക്കി തീർക്കാനുള്ള പെടാപ്പാട്, ഇങ്ങനെ കുറേ അവനെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ച കുറച്ചധികം കാര്യങ്ങൾ, പിന്നെ ഈ പറയുന്ന ആ കടിയുടെ കാര്യം, ജിഷ ദേഹത്തെ കടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വിടവിൻ്റെ സംഭവം, ഇതൊന്നും ഇതുമായിട്ട് യാതൊരു തരത്തിലും യോജിക്കുന്നൊരു കാര്യമില്ല. എന്നിട്ട് പോലും ആർക്കൊക്കെയോ ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് പദ്ധതി അല്ലെങ്കിൽ ചരട് വലിച്ച ആൾക്കാർക്ക് ഈ അമീറുൾ എന്ന് പറയുന്ന ഒന്നും അറിയാത്ത ഈ പയ്യനെ, ഭാഷ പോലും ശരിക്കറിയാത്ത, അവൻ്റെ കേസ് പോലും അറിയില്ലെന്നാണ് പറയുന്നത്. ഈ ഇടയ്ക്ക് എന്താണ് അവന് വധശിക്ഷയായിരുന്നു വിധിച്ചിരുന്നതെന്ന് പോലും അവന് മനസ്സിലായത്. ഇത് മാറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് അധികങ്ങൾ. അപ്പം കേസ് എന്തുവാന്ന് പോലും അറിയാതെ ഒരുപക്ഷെ പണ്ടവൻ ഈ പറയുന്ന കഞ്ചാവും അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാനസിക മായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവനുണ്ടായിരിക്കും. അതൊക്കെ ആയിരിക്കും ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നത്. എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ മേഡത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീലേഖ IPSന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതിന് തൊട്ട് മുന്നേ പല ആൾക്കാരും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നതായിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടേ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല, ഒരു കാര്യമില്ല, ഒരു കഥ പോലും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത്തരത്തിൽ ഇത്രയും വലിയൊരു പൊസിഷനിലിരുന്ന പോലീസുകാരുമായിട്ട് അത്രയും ഇതിൽ നിൽക്കുന്ന ഒരു മേഡമാണ്. അപ്പം ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിക്ക് എക്സ്പീരിയൻസ് ആണ് അവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ ഒരു കളവും കാണില്ല. ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വസ്തുതകളെ നമുക്ക് കൃത്യമായിട്ട് വിലക്കെടുക്കാൻ പറ്റും, മുഖവിലക്കെടുക്കാൻ പറ്റും. അപ്പം ആ മുഖവില വെച്ച് നമുക്ക്, അല്ലെങ്കിൽ അമീറുളിൻ്റെ ആ ഒരു ഫോട്ടോ മാത്രം, ഒരു വീഡിയോ മാത്രം കണ്ടാൽ മാത്രമേ, ഏതെങ്കിലും ഒരു ഫോട്ടോ മാത്രം കണ്ടാൽ മതി, ജിഷയുടെ ഒരു ഫോട്ടോ മാത്രം കണ്ടാൽ മതി, ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി അവിടെ ബോഡിയിൽ പോലും പഴക്കത്തിൻ്റെ കുറച്ചധികം കാര്യങ്ങൾ ആ അപ്പുറത്തുള്ള അല്ലെങ്കിൽ അയൽവാസിയായിട്ടുള്ള സ്ത്രീ പറയുന്നുണ്ട്. അതായത് കുറച്ചധികം നേരം, ഒരു ദിവസത്തിലപ്പുറമായിട്ട് മരണം നടന്നിട്ട് പിന്നെയാണിത് അഴുകി തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊന്നും വെളിയിൽ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്തൊക്കെയോ ഉണ്ട്, ആരൊക്കെയോ ഉണ്ട്, ഏറ്റവും കരുത്തരായിട്ടുള്ള ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. അതിനെ മറയ്ക്കാൻ വേണ്ടി ഏതൊക്കെയോ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൃത്യമായിട്ട് കളിച്ചൊരു കളി തന്നെയായിരുന്നു. അതിൽ ആരോരുമില്ലാത്ത, ആരോരും അന്വേഷിച്ച് വരാനില്ലാത്ത, ഊരും പേരും ഒന്നും ഇല്ലാത്ത ഒരു പയ്യനെ പിടിച്ച് പ്രതിയാക്കി. പിന്നീട് അവൻ്റെ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുകൂടി എടുത്ത് വെച്ചപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കത്താൻ തുടങ്ങി. ഇത് തന്നെയാണ് ഇവിടെ നടന്നൊരു സംഭവം എന്ന് പറയുന്നത്. ഇനി പറ്റുന്ന ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ടുവരട്ടെ. ഇതിൻ്റെ ഒരു കേസ് ഓപ്പൺ ചെയ്തിട്ട് അന്വേഷിച്ചാൽ അത്രയും നല്ലതാണ്. അതിനുശേഷം ഒരുപക്ഷെ നമ്മൾ പറയത്തില്ല, നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതി എന്ന് പറയുന്നത് എത്ര ഈ പറയുന്ന കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. സത്യമേവ ജയതേ എന്നൊക്കെ പറയുന്ന ആപ്തവാക്യമൊക്കെ സത്യമാവണമെങ്കിൽ ഈ ഒരു നിരപരാധിനെ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം സത്യം തെളിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അവൻ ജീവനോടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ സത്യം തെളിയണം. അവനാണെങ്കിൽ അവന് ശിക്ഷ കിട്ടട്ടെ. പക്ഷേ ഈ പറഞ്ഞ തെളിവുകളെല്ലാം അവനായിട്ട് യാതൊരു തരത്തിലും യോജിക്കുന്ന ഒരു കാര്യമില്ല. വേറെ ഏതോ പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ്. അപ്പം ഇപ്പോഴും എപ്പോഴും മനസ്സ് പറയുന്നു, അന്ന് 2016-ലും 2024-ലും അതേ കാര്യം തന്നെ മനസ്സ് പറയുന്നു, അവനല്ല പ്രതിയെന്ന്.